മലയാള സിനിമയിലെ അതുല്യ പ്രതിഭ ലോഹിതദാസിനെയും അദ്ദേഹത്തിന്റെ സിനിമകളെയും ഓർക്കാത്ത പ്രേക്ഷകരുണ്ടാവില്ല. തനിയാവർത്തനം മുതൽ നിവേദ്യം വരെയുള്ള സിനിമകളിൽ ഓരോന്നും മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. നിവേദ്യത്തിനു ശേഷം സിബി മലയിലുമൊത്ത് പുതിയ സിനിമ ചെയ്യാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം യാത്രയായത്. മലയാള സിനിമയിലെ അതുല്യ കലാകാരന്റെ വിടവ് നികത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നതും ഖേദകരമാണ്. മമ്മൂട്ടി നായകനായ തനിയാവർത്തനമാണ് ലോഹിതദാസിന്റെ ആദ്യ സിനിമ. മലയാള സിനിമയിലെ പിഴന്തച്ചൻ തിലകനുമായുള്ള സൗഹൃദത്തിലൂടെയാണ് ലോഹിതദാസ് സിനിമയിലേക്ക് എത്തിയത്. തിലകൻ മുഖാന്തരമാണ് ലോഹിതദാസ് സിബി മലയിലിനെ പരിചയപ്പെടുന്നത്. ലോഹിതദാസ് പറഞ്ഞ കഥ സംവിധായകന് ഏറെ ഇഷ്ടപ്പെട്ടു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമ്പോൾ തിരക്കഥയുടെ പകുതി മാത്രമേ സംവിധായകന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ലോഹിതദാസ് എന്ന എഴുത്തുകാരനിൽ സംവിധായകൻ സിബി മലയിലിന് ഉണ്ടായിരുന്ന പൂർണ്ണ വിശ്വാസം കൂടിയാണ് ആ ചിത്രത്തെ മുന്നോട്ട് നയിച്ചത്. തനിക്ക് സമൂഹം കൽപ്പിച്ചു നൽകിയ ഭ്രാന്തൻ എന്ന പദവിയിൽ നിസ്സഹായനായി വീട്ടിൽ കഴിയേണ്ടി വന്ന ബാലൻ മാഷായി മമ്മൂട്ടി തകർത്തഭിനയിച്ച സിനിമ ഇന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പാരമ്പര്യത്തിലൂടെ കൈമാറി വരാൻ സാധ്യതയുണ്ടെന്ന് കരുതി കുടുംബവും സമൂഹവും ചേർന്നാണ് ബാലൻ മാഷിനെ ഭ്രാന്തനാക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗിനിടയിൽ ലൊക്കേഷനിലെത്തിയ മമ്മൂട്ടിയും തിരക്കഥ വായിച്ചു. തിരക്കഥയുമായി മമ്മൂട്ടിയുടെ അരികിൽ നിൽക്കുകയായിരുന്നു ലോഹിതദാസ്. ഇരിക്കാൻ മമ്മൂട്ടി പറഞ്ഞില്ല, അവിടെ കസേരയും ഉണ്ടായിരുന്നില്ല. തിരക്കഥയുടെ ആദ്യ പേജുകൾ വായിച്ചപ്പോൾ തന്നെ പ്രൊഡക്ഷനിലെ പയ്യനെ വിളിച്ച് കസേര കൊണ്ടുവരാനായിരുന്നു താരം ആവശ്യപ്പെട്ടത്. പിന്നീടെന്നും ആ കസേര മമ്മൂട്ടിക്കരികിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മണ്ണാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.